بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ ഖവാഇദുൽ അർബഅ എന്ന റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 4 ഖായിദകളാണ് അഥവാ അടിസ്ഥാന തത്വങ്ങളാണ് ഈ കിതാബിലുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ഖായിദ അൽഹംദുലില്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ, കുഫാറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖാലിഖായും റാസിഖായും മുദബ്ബിറായും ഒക്കെ അംഗീകരിച്ചിരുന്നവരാണ്. അഥവാ അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ, അള്ളാഹുവാണ് എല്ലാവർക്കും ഉപജീവനം നൽകുന്നവൻ, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നവൻ എന്നിങ്ങനെയുള്ള റബ്ബിൻ്റെ റുബൂബിയത്ത് അംഗീകരിച്ച ആളുകളായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മൾ ഏതൊരു അള്ളാഹുവിനെ കുറിച്ചാണോ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു റബ്ബിനെ കുറിച്ചാണോ അവർക്ക് പരിചയപ്പെടുത്തിയത്, ആ റബ്ബിനെ കുറിച്ച്, ആ റബ്ബിൻ്റെ സൃഷ്ടിപ്പിലും നിയന്ത്രണത്തിലും അധികാരത്തിലുമെല്ലാം അവർ വിശ്വസിച്ചവരായിരുന്നു. പക്ഷേ ആ വിശ്വാസം മാത്രം അവരെ ഇസ്ലാമിലേക്ക് എത്തിച്ചില്ല. ആ ഒരു വിശ്വാസം അവരെ മുസ്ലിമീങ്ങളാക്കിയില്ല. മറിച്ച് ആ വിശ്വാസത്തിൻ്റെ കൂടെ അവർക്ക് ഷിർക്ക് കലർന്ന വിശ്വാസമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഖാലിഖ്, സ്രഷ്ടാവ് എന്നിങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവർ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ പങ്കുചേർത്തിരുന്നു. അതാണ് ഷെയ്ഖ് രണ്ടാമതായി സൂചിപ്പിച്ച ഖായിദയിൽ നമ്മൾ മനസ്സിലാക്കിയത്. എന്തിനാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവാണ് സ്രഷ്ടാവ്, റിസ്ക് നൽകുന്നവൻ, നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ ലാത്ത, മനാത്ത, ഉസ്സ, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം തുടങ്ങി ഒരുപാട് അമ്പിയാക്കളെ, ഔലിയാക്കളെ, മഹാന്മാരെ, കല്ലുകളെ, വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ, മരങ്ങളെ എന്തിന് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, എന്തിന് നിങ്ങൾ അവർക്ക് ആരാധനകൾ സമർപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുണ്ടായിരുന്നത് 2 കാരണങ്ങളായിരുന്നു, 2 മറുപടികളായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഒന്ന്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഒന്നാമത്തെ മറുപടി, ഒന്നാമത്തെ കാരണം അവർ പറയും, നമ്മൾ ഈ മഹാന്മാരെ, ഈ ഔലിയാക്കളെ, ഈ അമ്പിയാക്കളെ ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും. നമ്മൾ തെറ്റുകാരാണ്, ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ്, നമ്മൾ പാപികളാണ്, ദോഷികളാണ്. അതുകൊണ്ട് തന്നെ നേർക്ക് നേരെ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ ഇടയിൽ നിർത്തണം.
എന്നവർ വാദിച്ചു. രണ്ടാമത്തെ ന്യായം എന്താണ്? രണ്ടാമതവർ പറഞ്ഞ ന്യായം ഹൗലാഇ ശുഫആഉന ഇൻദല്ലാഹ്, ഈ ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശകരാണ്. നമ്മൾ നേർക്ക് നേരെ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആളുകളോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് അള്ളാഹുവിലേക്ക് അവതരിപ്പിച്ച് നമുക്ക് ആ കാര്യങ്ങൾ നേടിത്തരും. ഇങ്ങനെ ശുപാർശ എന്നതായിരുന്നു രണ്ടാമത് പറഞ്ഞ ന്യായം. ഈ രണ്ട് ന്യായങ്ങളാണ് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവർക്കും പറയാനുള്ള ന്യായം. ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മളായിട്ട് ഇത് എന്താണ് ഇതിന് ബന്ധം? ഇതേ വിശ്വാസമാണ് നമ്മിൽ പലരും, അതല്ലെങ്കിൽ ഇന്ന് ആളുകൾ വിശ്വസിച്ചു പോരുന്നത്. ഒരുപാട് ആളുകൾ, വലിയൊരു വിഭാഗം ആളുകളുടെ വിശ്വാസം ഇതാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി. അള്ളാഹു അതിലായി നമ്മെ മരിപ്പിക്കുമാറാവട്ടെ. ഈ വിശ്വാസം സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല. നേർക്ക് നേരെ അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ല എന്ന ഒരു വിശ്വാസം അള്ളാഹു തആല പഠിപ്പിച്ചിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരു ശുപാർശകൻ ഉണ്ടായാൽ മാത്രമേ കാര്യങ്ങൾ നേടിത്തരാൻ സാധിക്കുകയുള്ളൂ എന്ന് അള്ളാഹു തആല എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ രണ്ട് ന്യായങ്ങളും അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. സൂറത്തു സുമറിൽ 3-ാമത്തെ ആയത്തിലാണ് നമ്മൾ തെളിവ് വായിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഈ ആളുകളെ നമ്മൾ ആരാധിക്കുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ നമുക്ക് അള്ളാഹുവിലേക്ക് സാമീപ്യം നേടിത്തരാൻ വേണ്ടിയാണ്. ഇങ്ങനെ പറയുന്ന മുശ്രിക്കുകളുടെ, ഇത്തരം ആളുകളുടെ വാദത്തെ അള്ളാഹു ശരിവെക്കുകയാണോ ചെയ്തത്? അല്ല. മറിച്ച് ആ ആയത്തിൽ തന്നെ, അതേ ആയത്തിൽ തന്നെ ഇലല്ലാഹി സുൽഫ എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ടായ ഈ കാര്യത്തിൽ അള്ളാഹു വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. പരലോകത്ത് ഇതിൻ്റെ നിജസ്ഥിതി അള്ളാഹു തആല ബോധ്യപ്പെടുത്തും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, ആരാണോ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടി ചമക്കുന്നത്, ഏതൊരുവനാണോ അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുന്നത്, നന്ദി കെട്ടവനായി തീർന്നത്, ലാ യഹ്ദി, അവനെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. അള്ളാഹുവിലേക്കുള്ള സാമീപ്യക്കാരാണ്, നമുക്ക് സാമീപ്യം നേടിത്തരാനുള്ള ആളുകളാണ് ഔലിയാക്കൾ, അമ്പിയാക്കൾ, മലക്കുകൾ, ജിന്നുകൾ എന്നിങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവന് അള്ളാഹു പറഞ്ഞ രണ്ട് പേര്, ഒന്ന് അവൻ കളവ് കെട്ടിച്ചമച്ചവനാണ്, അവൻ കാദിബാണ്, അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹു പറയാത്തത് പറയുന്നവനാണ് അവൻ. അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു ദീനായി അംഗീകരിച്ച് ആചരിക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് അവൻ കാദിബാൻ, കളവ് പറയുന്നവനാണ്. രണ്ടാമത്തേത് അള്ളാഹു പറഞ്ഞു കഫാർ, അവൻ നിഷേധിയാണ്. കാരണം അള്ളാഹു പറഞ്ഞ നിരവധി ആയത്തുകളെ അവൻ നിഷേധിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബിത നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നിങ്ങൾ ഔലിയാക്കളോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നല്ല പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിനയത്തോടെ താഴ്മയോടെ പ്രാർത്ഥിക്കുക. നേർക്ക് നേരെ പ്രാർത്ഥിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. ഒരു സ്ഥലത്തും അള്ളാഹു ഒരു മധ്യവർത്തിയെ എടുത്തു പറഞ്ഞിട്ടില്ല. ഒരു സ്ഥലത്തും അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ഇടയിൽ നിർത്താൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്,
എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപത്ത് തന്നെ ഉണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. നമ്മൾ അർത്ഥം പറയുമ്പോൾ പറയുക നബിയെ എന്ന അർത്ഥം ഇടയിൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നേർക്ക് നേരെ അവിടെ അങ്ങനെ ഒരു അർത്ഥമില്ല. നേർക്ക് നേരെ അങ്ങനെ ഒരു അർത്ഥം ആ ആയത്തിലില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഇതുപോലെ നബിയെ താങ്കളോട് ചോദിച്ചാൽ, യസ്അലൂനക, അവർ താങ്കളോട് ചോദിച്ചാൽ, എന്നിട്ട് ചില വിഷയങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹിലാലിനെ കുറിച്ച് ചോദിച്ചാൽ, ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിച്ചാൽ, യതീമുകളെ കുറിച്ച് ചോദിച്ചാൽ, ഹൈദിനെ കുറിച്ച് ചോദിച്ചാൽ, ഖുൽ നബിയെ പറയുക. അവിടെയൊക്കെ ഖുൽ ഖുൽ എന്ന് ഉണ്ട്. ഖുൽ നബിയെ താങ്കൾ പറയുക എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു മറുപടി പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ സൂറത്തുൽ ബഖറയിലെ വഇദാ സഅലക ഇബാദി അന്നി, ഓ നബിയെ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഖുൽ എന്നില്ല. ഖുൽ താങ്കൾ പറയുക എന്ന് ആയത്തിലില്ല. മറിച്ച് അള്ളാഹു പറയുന്നത് എന്താണ്? ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ, ഉത്തരം നൽകാൻ, 7 ആകാശങ്ങൾക്ക് മുകളിൽ അവന്റെ അർശിന് മീതെയായിരിക്കെ കഴിവുകൊണ്ടും അറിവുകൊണ്ടും അല്ലാഹു തആല ഓരോ അടിമയുടെയും സമീപത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. സൂറത്തുൽ ബഖറയിൽ ഈ ആയത്ത് പാരായണം ചെയ്തു നോക്കിയാൽ, അതിന്റെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഈ വാദം യഥാർത്ഥത്തിൽ എത്ര അപകടകരമാണ്. അല്ലാഹു തആല ഈ വാക്ക് പറയുന്നവനെ കുറിച്ച് പറഞ്ഞ 2 വിശേഷണങ്ങളാണിത്. കാദിബും കഫാറുമാണ്. നന്ദി കെട്ടവനാണ്, കളവ് കെട്ടി ചമക്കുന്നവനാണ്. രണ്ടാമതൊരു ന്യായം ശുപാർശയാണ്. സൂറത്ത് യൂനുസ് അതിലെ 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ വയഖൂലൂൻ, അവർ പറയും, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഈ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശക്കാരാണ്. ശുപാർശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചതാണ്. നമുക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത, നമ്മേക്കാൾ സ്ഥാനമുള്ള, നമുക്ക് നേർക്ക് നേരെ പോവാൻ സാധിക്കാത്ത ഒരാളിലേക്കാണ് ഒരു ഇടയാളനെ, ശുപാർശകനെ ആവശ്യമായി വരിക. അത് ഭൗതിക കാര്യത്തിൽ ഫിറ്റാണ്, കറക്റ്റാണ്, കുഴപ്പമില്ല. അതിനാണ് പുരോഹിതന്മാർ മുഖ്യമന്ത്രിയെ ഉദാഹരണത്തിന് കൊണ്ടുവരാറുള്ളത്. അല്ലാഹു തആലയോട് നേരിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന് മറുപടിയായി അള്ളാഹുവിൻ്റെ ഇടയിൽ ഒരു മധ്യവർത്തിയെ വേണമെന്ന് പറഞ്ഞിട്ട് അതിന് ദുർവ്യാഖ്യാനത്തിന് കൊണ്ടുവരുന്നത് ആരെയാണ്? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിൻ്റെ അടുത്ത് നേരിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിയേനെ കാണണം, എന്നിട്ടാണ് കാര്യങ്ങൾ പറയേണ്ടത്. അങ്ങനെ അദ്ദേഹം പോയി പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്. സഹോദരങ്ങളെ, അല്ലാഹു തആല ഇങ്ങനെയാണോ? റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര ആയത്തിലാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്? എന്നോട് ചോദിക്കൂ, ഞാൻ നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, ആരാണോ അള്ളാഹുവിനോട് ചോദിക്കാത്തത് അവരോട് അള്ളാഹു കോപിക്കും. സഹിഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അള്ളാഹുവിനോട് ചോദിക്കാത്തവരോട് അള്ളാഹു കോപിക്കും, അള്ളാഹുവിന് ദേഷ്യം പിടിക്കുമെന്നാണ്. ചോദിക്കാത്തവരോടാണ് അള്ളാഹു കോപിക്കുക. അങ്ങനെയുള്ള റബ്ബിനെ വിട്ടിട്ടാണ് കേൾക്കാത്ത, കാണാത്ത, മുണ്ടാത്ത, ഉത്തരം നൽകാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ ന്യായങ്ങൾ ആളുകൾ പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലും വ്യാപകമാണ്. ഈ 2 ന്യായങ്ങളല്ലാതെ ആ വിഭാഗം ആളുകൾക്ക് പറയാനില്ല. എക്കാലത്തും പറയാനുള്ളത് 2 ന്യായങ്ങളാണ്. നേർക്ക് നേരെ പോകാൻ പറ്റുമോ? നേർക്ക് നേരെ പോകാൻ പറ്റുമോ? പോകാൻ പറ്റൂലല്ലോ, നമ്മൾ പാപികളല്ലേ, ദോഷികളല്ലേ. അല്ലാഹു തആല പറയുന്നു, നേർക്ക് നേരെ ചോദിച്ചോളൂ. തെറ്റുപറ്റിയാൽ ഇസ്തിഗ്ഫാർ ചെയ്യാൻ എന്തു ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായി പറയണം. അള്ളാഹുവിലേക്ക് ഞാൻ പൊറുക്കലിനെ തേടുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വാതിലുകൾ തുറന്നു തന്നിട്ടുണ്ട്. എന്നിട്ടാണ് സഹോദരങ്ങളെ ഈ രണ്ട് ന്യായങ്ങൾ അവർ പറയുന്നത്. അല്ലാഹു അതേ ആയത്തിൽ തന്നെ സൂറത്ത് യൂനുസിന്റെ 18-ാമത്തെ ആയത്തിൽ ഈ ശുപാർശയുടെ വാദം പറഞ്ഞുകൊണ്ട് അതിനുള്ള മറുപടി ഖുൽ, നബിയെ തിരിച്ചു ചോദിക്കുക. ഈ ശുപാർശയുടെ ന്യായം പറയുന്ന ആളുകളുണ്ടല്ലോ, അവരോട് തിരിച്ചു ചോദിക്കുക. അതുനബ്ബിഊന അല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള വല്ല കാര്യവും നിങ്ങൾ അറിയിച്ചിട്ട് വേണോ അള്ളാഹു അറിയാൻ? എനിക്കൊരു പ്രയാസമുണ്ട് എന്ന് വേറൊരാൾ അറിയിച്ചിട്ട് വേണോ അള്ളാഹു അറിയാൻ? അതാണ് അള്ളാഹു ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഒരു അടിമക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, ആ അടിമയുടെ ആവശ്യം അള്ളാഹു കേൾക്കുകയില്ല എന്നാണോ ഈ ആളുകൾ പറയുന്നത്? അള്ളാഹു അറിയുകയില്ല എന്നാണോ പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം നിങ്ങൾ നോക്കൂ. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയും അതുപോലെയുള്ള ആളുകളും ഈ വിഷയത്തിൽ യോജിക്കുക? നമ്മെക്കുറിച്ച് അറിയാത്ത, നമ്മൾ ആരാണെന്ന് പോലും അറിയാത്ത ഭരണാധികാരികളെ അള്ളാഹുവുമായി താരതമ്യം ചെയ്യുക എന്നത് എത്ര മോശമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന, പരിപാലിക്കുന്ന, പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് പിന്നെ ഒരു ശുപാർശകനോ? എന്താണ് ഈ ആളുകൾ പറയുന്നത്? അതാണ് അള്ളാഹു ചോദിക്കുന്നത്. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള വല്ല കാര്യവും നിങ്ങളാണോ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ അറിയിച്ചു കൊടുത്തിട്ട് വേണോ അള്ളാഹു അറിയാൻ? എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഈ ആളുകൾ അവർക്കുള്ള വിധി, അവരുടെ വിധി എന്താണ്? സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, അവർ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു ഉന്നതനും പരിശുദ്ധനുമായിരിക്കുന്നു. ഈ ശുപാർശയുടെ വാദം ശിർക്കാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ശുപാർശയുടെ വാദം ശിർക്കാകുന്നു, അള്ളാഹുൽ പങ്കു ചേർക്കലാകുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാകുന്നു എന്നാണ് ആയത്തിൽ അള്ളാഹു അറിയിച്ചിട്ടുള്ളത്. ഫഹാഉലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന ന്യായം യഥാർത്ഥത്തിൽ ഷിർക്കിന്റെ ന്യായമാണ്. തൊട്ടുമേലെ പറഞ്ഞ ന്യായവും രണ്ടും ഈ ഗൗരവപ്പെട്ട താക്കീതാണ് അല്ലാഹു തആല ആ രണ്ട് ആയത്തുകളിലും നൽകിയിട്ടുള്ളത്. ഈ ആയത്ത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആയത്തുകളാണ്. സൂറത്തു സുമറിലെ 3-ാമത്തെ ആയത്തും സൂറത്തു യൂനുസിലെ 18-ാമത്തെ ആയത്തും. ഇത് പറഞ്ഞിട്ടാണ് സാധുക്കളായ ആളുകളെ പറ്റിക്കുക. സാധുക്കളായ ആളുകളെ വഞ്ചിക്കൽ ഈ ന്യായങ്ങൾ പറഞ്ഞിട്ടാണ്. പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പലപ്പോഴും പറയാറുള്ളത് അങ്ങനെയാണ്, എല്ലാം അള്ളാഹ് തന്നെയല്ലേ, പിന്നെന്തിനാ നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാനുള്ള മറുപടി എന്താ? മൊയ്തീൻ ഷെയ്ഖ് നല്ല ആളല്ലേ, നമ്മൾ നേർക്ക് നേരെ ചോദിച്ചാൽ അള്ളാഹ് തരുമോ? അപ്പോൾ മൊയ്തീൻ ഷെയ്ഖിലൂടെ അള്ളാഹുവിലേക്ക് എത്തുക, അങ്ങനെയല്ലേ നമ്മൾ വേണ്ടത്? അങ്ങനെയാണോ വേണ്ടത് സഹോദരങ്ങളെ? മുഹീദ്ദീൻ ഷെയ്ഖ് പോലും അള്ളാഹുവിനോട് ചോദിച്ചവരാണ്. ബദരീങ്ങൾ ആരാണ്? ബദരീങ്ങൾ ബദറിൽ അങ്ങേയറ്റം പ്രയാസമുണ്ടായപ്പോൾ ഇത് തസ്തഗീഥൂന റബ്ബക്കും, അള്ളാഹുവിനോട് അവർ ഇസ്തിഗാഥ ചെയ്തു. ബദരീങ്ങൾ ബദറിൽ അള്ളാഹുവിനോടാണ് ഇസ്തിഗാഥ ചെയ്തത്. അള്ളാഹു നിങ്ങൾ ദുആ ചെയ്തപ്പോൾ എന്നല്ല ആയത്തിൽ പറഞ്ഞത്. എത്ര അത്ഭുതകരമാണ്! ബദരീങ്ങൾ ഇസ്തിഗാഥ ചെയ്തു എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാഥ ചെയ്തപ്പോൾ. ഇസ്തിഗാഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം അങ്ങേയറ്റം പ്രയാസമുണ്ടാകുമ്പോൾ ആപൽ ഘട്ടങ്ങളിൽ തേടുന്ന സഹായ തേട്ടത്തിനാണ് ഇസ്തിഗാഥ എന്ന് പറയുക. പ്രയാസഘട്ടങ്ങളിൽ തേടുന്ന തേട്ടത്തിനാണ് ഇസ്തിഗാഥ എന്ന് പറയുക. ബദരീങ്ങൾ ഇസ്തിഗാഥ ചെയ്തത് അള്ളാഹുവിനോടാണ്. ഫസ്തജാബ ലക്കും, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. നോക്കൂ, ഇസ്തിഗാഥ ചെയ്തപ്പോൾ അള്ളാഹു ഉത്തരം നൽകി. ബദരീങ്ങൾ കാണിച്ചു തന്നത് പ്രയാസഘട്ടത്തിൽ യുദ്ധത്തിന്റെ ഭൂമിയിൽ നിന്ന് അവർ അള്ളാഹുവിനെ വിളിക്കാനാണ് പഠിപ്പിച്ചു തന്നത്. എന്നാൽ യുദ്ധഭൂമിയിൽ നിന്ന് എത്തണ്ട, കാല് തടഞ്ഞു വീണാൽ ബദരീങ്ങളെ എന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ വിളിക്കും. അപ്പൊ യുദ്ധത്തിലെത്തിയാൽ ഇവരെന്താ വിളിക്കുക? ആരെ വിളിക്കുക?
നഊദു ബില്ലാഹ്. കാല് തടഞ്ഞു പോകാൻ പോകുമ്പോൾ ബദരീങ്ങളെ കാവൽ. എന്താണ് അതിന്റെ അർത്ഥം? മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ. ഇത് വിളിക്കൽ അഹ്ലു സുന്നത്തായിട്ടാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഇത് വിളിക്കാത്തവൻ സുന്നിയല്ല എന്നാണ്. ശരിയാണ്, ഇത്തരം ഷിർക്ക് കലർന്ന സുന്നിയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നിയാണ്. അഹ്ലുസുന്ന വൽ ജമാഅ എന്നത് അള്ളാഹുവിൻ്റെ കിതാബിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും എന്താണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ സുന്നികൾ. ആ യഥാർത്ഥ അഹ്ലുസുന്നത്തിൽ ഇതാണ് വിശ്വാസം. നേർക്ക് നേരെ അള്ളാഹുവിനോട് ചോദിക്കലാണ് വിശ്വാസം. അള്ളാഹുവിനിടയിൽ ഇതുപോലെയുള്ള മധ്യവർത്തികൾ, ഇടയാളന്മാർ ആവശ്യമില്ല എന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. സഹോദരങ്ങളെ, കഴിഞ്ഞ ദർസിൽ ഇതുവരെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ കാര്യം, ഈ അടിസ്ഥാനം നമ്മൾ ഗൗരവത്തിൽ പഠിച്ചു വെക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് പലപ്പോഴും ആളുകൾ അറിയാഞ്ഞിട്ടാണ്, അറിയാതെ വഞ്ചിതരായി പറ്റിക്കപ്പെട്ടുകൊണ്ട് ചതിക്കപ്പെട്ടുകൊണ്ട് തുടർന്നു പോകുന്നതാണ്. ഇതുപോലെ ആയത്ത് പറഞ്ഞ് തെളിവുകൾ പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഷിർക്കിൻ്റെ അന്ധകാരത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. ആദ്യം നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് നമ്മളത് പ്രാവർത്തികമാക്കണം, എന്നിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ ഇൻഷാ അള്ളാഹ് സ്വീകരിക്കും. അള്ളാഹു തആല ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ ആളുകൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ അടിസ്ഥാനത്തിന് പുറമെ രണ്ടാമത്തെ അടിസ്ഥാനം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മനസ്സിലായോ? എങ്ങനെയാണ് അതിനുള്ള ബന്ധം? അള്ളാഹുവാണ് ഖാലിഖ് എന്ന് വിശ്വസിച്ചിരിക്കെ മറ്റുള്ളവരെ വിളിച്ചത് അവർ ഇലാഹുകളാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല. ആണോ? ബദരീങ്ങളോ മുഹീദ്ദീൻ ഷെയ്ഖോ ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ ലാത്തയോ മനാത്തയോ ഉസ്സയോ ഇവരാരെങ്കിലും ഇലാഹുകളാണ് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നോ? ഖാലിഖാണ് എന്ന വിശ്വാസം ഉണ്ടായിരുന്നോ? റാസിഖാണെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചത്? ഈ രണ്ട് ന്യായങ്ങളാണ്. ഇത് ചില പുരോഹിതന്മാർ പറയാറുണ്ട്, ഖാലിഖ് അള്ളാഹു ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെ വേണമെങ്കിലും വിളിക്കാം, ഒരാളെയും ഇലാഹാക്കാണ്ടിരുന്നാൽ മതി. മുഹീദ്ദീൻ ഷെയ്ഖ് ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി, മുഹീദ്ദീൻ ഷെയ്ഖിനോട് തേടുന്നുകൊണ്ട് കുഴപ്പമില്ല എന്ന് പുരോഹിതന്മാർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അനുവാദം ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്തു പറയണം? സുബ്ഹാനല്ലാഹ്, അല്ലേ? തർദിയത്ത് പറയണ്ടേ? അബൂജഹലായിരിക്കണം ഒന്നാമത്തെ ഔലിയ. കാരണം ആ വിഷയത്തിൽ അബൂജഹൽ വളരെ കാർക്കശ്യക്കാരനായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്തത്. ആ പറഞ്ഞത് അല്ലേ അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെല്ലാവരെയും ഒഴിവാക്കണം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞപ്പോൾ ചാടിക്കേറി ഉടനെ തബ്ബല്ലക് എന്ന് പറഞ്ഞു, മുഹമ്മദേ നിനക്ക് നാശം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിക്കുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. നിങ്ങൾ ഇതുവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് ദേഷ്യം പിടിച്ചത്. ഇത് ശരിയാണെങ്കിൽ, ഇതാണ് ദീനെങ്കിൽ അവരൊക്കെ ആരായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒന്നാമത്തെ അടിസ്ഥാനം അത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അതിനോട് ചേർന്നതാണ് രണ്ടാമത്തെ കാര്യവും. ഒന്നാമത്തെ കാര്യവുമായി നല്ല ബന്ധമുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് രണ്ടും ബന്ധിപ്പിക്കാൻ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് ഈ രൂപത്തിലാണ് നമ്മൾ പറയേണ്ടത്, മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും സാധിക്കുന്ന രൂപത്തിൽ ഷിർക്കിനെതിരിൽ ദഅവത്ത് ചെയ്യണം, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമ്പോൾ കേവലം തർക്കമായി അത് മാറരുത്, മറിച്ച് പ്രമാണങ്ങൾ മുൻനിർത്തി പറയുക എന്നത് വളരെ നല്ല കാര്യമാണ്. ആളുകൾക്ക് ബോധ്യപ്പെടാനും മനസ്സിലാവാനും ഒക്കെ അത് വളരെ ഉപകാരപ്പെടും. തെളിവുകൾ അതാണ് എപ്പോഴും
നമുക്കുള്ള പിൻബലം. ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കുറേ അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കുറേ ക്ലിപ്പ് അങ്ങോട്ട് അയച്ചു കൊടുത്ത് അവിടുന്ന് കുറേ ക്ലിപ്പ് ഇങ്ങോട്ട് അയച്ചെന്ന്. മറിച്ച് ആയത്തുകളും ഹദീസുകളും പറഞ്ഞു കൊടുത്താൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ച ആളുകൾക്ക് ആ ഹിദായത്ത് ലഭിക്കും. പറയേണ്ട രീതി നമ്മൾ പഠിക്കണം. ഇത് സഹോദരങ്ങളെ മനസ്സിലാക്കി വെക്കുക. ഈ വിശ്വാസം ഉണ്ടായിട്ടും അവർ മുസ്ലിമീങ്ങളായിട്ടില്ല. എന്നിട്ട് അവർ പറഞ്ഞ ന്യായം ഈ രണ്ട് ന്യായങ്ങളായിരുന്നു. ഇനി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഇതിൻ്റെ കൂടെ ഒരു മസ്അല കൂടി പറയുകയാണ്. ഫശഫാഅതു ശഫാഅതാനി. കിതാബുള്ളവർ കിതാബിലേക്ക് നോക്കുക. ഫശഫാഅതു ശഫാഅതാനി. ശഫാഅത്തുൻ മൻഫിയത്തുൻ വശഫാഅത്തുൻ മുസ്ബതത്തുൻ. ശഫാഅത്ത് എന്നത് രണ്ട് രൂപത്തിലുണ്ട്, ശുപാർശ എന്നത് രണ്ട് രൂപത്തിലുണ്ട്. അപ്പൊ പൊതുവെ നേരത്തെ പറഞ്ഞ ശുപാർശയുടെ ന്യായം പറയുന്ന ആളുകളോട് അങ്ങനെ ഒരു ശുപാർശ ഇല്ല, നിങ്ങൾ ഈ പറയുന്ന ശുപാർശ അള്ളാഹു ശിർക്കായിട്ടാണ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അത് പറയുന്ന ആളുകളെ കുറിച്ച് പറയും, ഇവർ ശുപാർശ നിഷേധികളാണ്, ശുപാർശയെ അംഗീകരിക്കുകയില്ല, ശുപാർശയെ പാടെ തള്ളിക്കളയുന്നവരാണ് എന്ന് പറയാറുണ്ട്. അതിനുള്ള ഒരു വിശദീകരണമാണിത്. ഫശഫാഅതു ശഫാഅതാൻ. ശുപാർശ എന്നത് രണ്ട് രൂപത്തിലുണ്ട്, അഥവാ ദീനിലുള്ളതും ദീനിലില്ലാത്തതും ഉണ്ട് എന്ന് ചുരുക്കം. അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹു അനുവദിച്ച ശുപാർശയുണ്ട്, അള്ളാഹു പഠിപ്പിക്കാത്ത പാടില്ലാത്ത ശുപാർശയും ഉണ്ട്. ഒന്നാമത്തത് ശഫാഅത്തുൻ മൻഫിയത്തുൻ, പാടില്ലാത്ത ശുപാർശയാണ്, വിശദീകരിക്കും. രണ്ടാമത്തത് സ്ഥിരപ്പെട്ട അനുവദിക്കപ്പെട്ട ശുപാർശ. ഫശഫാഅത്തുൽ മൻഫിയത്തു, പാടില്ലാത്ത ശുപാർശ എന്നത് മാ കാനത് തുത്ലബു മിൻ ഗൈരില്ലാഹി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാത്തവരോട് അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ആവശ്യപ്പെടലാണ് പാടില്ലാത്ത ശുപാർശ. അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന, അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കലാണ് പാടില്ലാത്ത തേട്ടം, പാടില്ലാത്ത ശുപാർശ. മനസ്സിലായോ? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, അത് അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് ചോദിക്കുക എന്നത് പാടില്ലാത്ത ശുപാർശയിൽപ്പെട്ടതാണ്. അതിനുള്ള തെളിവ് വദ്ദലീലു ഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു. ഇൻഷാഅല്ലാഹ് അത് വിശദീകരിക്കുമ്പോൾ കൂടുതൽ വ്യക്തത വരും. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ വൽകാഫിറൂന ഹുമുദ് ളാലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുന്നേ, ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസം വന്നെത്തുന്നതിന് മുന്നേ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കുക. ആ ദിവസം എങ്ങനെയുള്ള ദിവസമാണ്? ലാ ബൈഉൻ ഫീഹി, അന്നേ ദിവസം ഒരു ക്രയവിക്രയങ്ങൾ, കച്ചവടം, കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയില്ല. എന്തെങ്കിലും കൊടുത്തിട്ട് പകരം വാങ്ങുക എന്നത് അന്ന് നടക്കുകയില്ല. വലാ ഖുല്ലത്തുൻ, ഉറ്റ മിത്രം, ഉറ്റ ബന്ധം, സൗഹൃദ ബന്ധം, അതും അന്ന് ഉപകാരപ്പെടുകയില്ല. വലാ ശഫാഅത്തുൻ, ഒരു ശുപാർശയും നടക്കുകയില്ല. ആ ഭാഗമാണ് നമ്മുടെ തെളിവ്. വലാ ശഫാഅത്തുൻ, ഒരു ശുപാർശയും സാധിക്കുകയില്ല. അങ്ങനെ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം വരുന്നതിന് മുന്നേ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുഴുകുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. വൽകാഫിറൂന ഹുമുദ് ളാലിമൂൻ, കാഫിറുകൾ നിഷേധികളാകുന്നു, അതിക്രമകാരികൾ.
ഫശഫാഅത്തുൽ മുസ്ബതതു, അത് മുഴുവൻ വായിച്ചിട്ട് വിശദീകരിക്കാം. സ്ഥിരപ്പെട്ട ശഫാഅത്ത്, അള്ളാഹു അനുവദിച്ച ദീനിലുള്ള ശുപാർശ, ശഫാഅത്ത് എന്നാൽ ഹിയല്ലതി തുത്ലബു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ശുപാർശയാണ് അനുവദിക്കപ്പെട്ട ശുപാർശ. ഒന്നാമത് നമ്മൾ പറഞ്ഞ ഫശഫാഅത്തുൽ മൻഫിയ്യ, മൻഫിയത്തായ പാടില്ലാത്ത ശുപാർശ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക എന്നതാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിവുള്ള, അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യമാണ് ഒരാളെ സ്വർഗത്തിലാക്കുക, ഒരാളെ ഹിദായത്തിലാക്കുക, അതുപോലെ തന്നെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തുക, തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുക, അതുപോലെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക, സന്താന സൗഭാഗ്യം നൽകുക, നല്ല ഇണയെ ലഭിക്കുക, അതുപോലെ ഉപജീവനം, റിസ്ഖ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ്. ഇത് സൃഷ്ടികളോട് ചോദിക്കാൻ പാടുണ്ടോ? ഇതാണ് നിഷേധിക്കപ്പെട്ട ശുപാർശ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്യുന്നത് ശുപാർശയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരോട് ഈ ആളുകൾ ദുആ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ശുപാർശയിൽ പെട്ട കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതൊക്കെ ആയിരിക്കും. ഔലിയാക്കന്മാരോട്, അമ്പിയാക്കളോട്, മലക്കുകളോട്, ജിന്നുകളോട് ചോദിക്കുന്നതൊക്കെ എന്തായിരിക്കും? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഹിദായത്തിന് വേണ്ടി ചോദിക്കുന്നതായി നമുക്ക് കാണാം. മുഹീദ്ദീൻ ശൈഖിനോട് ബസിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അതാകഹു ഫഅൻത മാലികുഹു. മുഹീദ്ദീൻ ശൈഖേ, അങ്ങ് പ്രവേശിച്ച സിറാത്തുൽ മുസ്തഖീമിൽ എനിക്കും ഉൾക്കാഴ്ച നൽകണേ, എന്നെയും ആ സിറാത്തിൽ താങ്കൾ പ്രവേശിപ്പിക്കണേ എന്നാണ് മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഫല്ലാഹു അതാകഹു ഫഅൻത മാലികുഹു. മുഹീദ്ദീൻ ശൈഖേ, അങ്ങേക്ക് അള്ളാഹു അത് നൽകിയിട്ടുണ്ട്, അങ്ങാണ് അതിൻ്റെ ഉടമസ്ഥൻ. ഏതിൻ്റെ ഉടമസ്ഥൻ? സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ വഴിചേർക്കാൻ അള്ളാഹു ഏൽപ്പിച്ചത് താങ്കളെയാണ് എന്ന് മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ മംഗലാപുരത്ത് വെച്ച് ഒരു മുസ്ലിയാരോട് ചോദിക്കുകയുണ്ടായി, ഇതിനെ സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറുൽ മഗ്ലൂബി അലൈഹിം എന്നത് ഖാലിഖല്ല എന്ന വിശ്വാസത്തോടു കൂടി മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കാൻ പാടുണ്ടോ? ഇയാൾ പറഞ്ഞെന്താണ്? ചോദിക്കാമെന്നാണ്. ഇയാൾ പറഞ്ഞത് ചോദിക്കാമെന്നാണ്. എന്താണ് ആ ചോദ്യം? സൂറത്തുൽ ഫാത്തിഹയിലെ അള്ളാഹുവേ, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ വഴിചേർക്കണേ, നീ അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗമാണത്, നിന്റെ കോപത്തിനിരയായ യഹൂദികളുടേതോ വഴിപിഴച്ചുപോയ നസാറാക്കളുടെയോ മാർഗമല്ല, മറിച്ച് നബിമാരുടെ, സിദ്ദീഖുമാരുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ മാർഗമാണത്. ആ മാർഗത്തിലേക്ക് ഞങ്ങളെയും നീ വഴിചേർക്കണേ എന്ന ചോദ്യം മുഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പച്ചയായി മലയാള ഭാഷയിൽ പറഞ്ഞതാണ്, ചോദിക്കാം, ഒരു കുഴപ്പമില്ല. ഇത് അള്ളാഹു നിഷേധിച്ച ഒരു ശഫാഅത്തും പാടില്ല, അല്ലെങ്കിൽ ഒരു ശഫാഅത്തും ഇല്ല എന്ന പരിധിയിൽപ്പെട്ടതാണ്. ഇത് പാടില്ലാത്ത ശുപാർശയാണ്. ഇത് ശുപാർശ എന്ന് പറയാൻ പറ്റുമോ? ഇത് യഥാർത്ഥത്തിൽ ശിർക്കായ പ്രാർത്ഥനയാണിത്. ഇനിയോ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മുഹീദ്ദീൻ ശൈഖെ കാക്കണേ. എന്താണ് കാക്കണേ എന്ന് പറഞ്ഞാൽ? എന്താണ് അറബിയിൽ? അഊദു എന്നാണ്, ഇസ്തിആദയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അഊദു എന്നത് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ബദരീങ്ങളെ കാവൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അഊദു ബി ബദരീൻ എന്നാണ്. അഊദു ബില്ലാഹ് എന്നാണ് പറയേണ്ടത്. മറിച്ച് ഇവിടെ പറയുന്നത് എന്താണ്? ബദരീങ്ങളെ കാവൽ എന്നാണ്. അത് പാടില്ലാത്ത ശുപാർശയുടെ ഇനത്തിൽപ്പെട്ടതാണ്. ഇനിയോ, കുട്ടിയെ കിട്ടാഞ്ഞാൽ
ജാറങ്ങളായ ജാറങ്ങൾ കയറി നിരങ്ങി അവിടെയുള്ള ആളുകളോട് ചോദിക്കും. ചില ജാറങ്ങളിൽ പോയി അവിടെ തൊട്ടിൽ കെട്ടും. ചില ജാറങ്ങളിൽ പോയി അവിടെയുള്ള കാണിക്ക എന്താണ്, ബേബി സെറ്റാണ്. കണ്ണൂർ ഭാഗത്ത് ഉള്ള ഒരു ജാറത്തിൽ ബേബി സെറ്റ് കൊണ്ടുകൊടുക്കലാണ് അവിടുത്തെ കാണിക്ക. അല്ല, ഇതര സമുദായങ്ങൾക്ക് അവരാളുകൾക്ക് അവരുടേതായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചില കാര്യങ്ങളുണ്ടാകും. അതുപോലെയാണ്. ചില സ്ഥലത്ത് ഊതുവത്തിയായിരിക്കും, ചില സ്ഥലത്ത് മെഴുതിരി ആയിരിക്കും. അതുകൊണ്ട് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുകയാണ്. അവർ മെഴുതിരി കത്തിച്ചപ്പോൾ ഇപ്പുറത്ത് എന്ത് കത്തിച്ചു? ഊതുവത്തി കത്തിച്ചു. എന്തെങ്കിലും ഒന്ന് കത്തിക്കണമല്ലോ. അവർ പൂക്കളും അതുപോലെയുള്ള കാര്യങ്ങളും കൊണ്ടുവച്ചപ്പോൾ ഇപ്പുറത്തും അതുപോലെ തന്നെ സമാനമായ ചില കാര്യങ്ങൾ അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവെക്കും. അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവച്ചപ്പോൾ സമാനമായി ഇവിടെ അത് തന്നെയാണ്. കോഴിമുട്ട നേർച്ച വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് കൊണ്ടുപോയിട്ട് അവിടെ വെക്കും. ഇതെടുത്തിട്ട് തിന്നുന്നാരാ? ഈ വലിയാണോ? എന്തിനാണ് അവർ പോകുന്നത്? കുട്ടിയെ കിട്ടാഞ്ഞിട്ട്, ജോലി കിട്ടാഞ്ഞിട്ട്, വിസ കിട്ടാഞ്ഞിട്ട്. ഇതൊക്കെ സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് നാട്ടിൽ സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മിൽ പലരും അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ രക്ഷപ്പെടുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥകളാണ് ഈ പറഞ്ഞത്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് അനുഭവിച്ചറിഞ്ഞ ആളുകൾക്കറിയാം. സിയാറത്ത് എന്നത്, ഖബർ സിയാറത്ത് എന്നത് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ചത് പരലോകം ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ഇന്നേ വരെ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാളും അവിടെ പോയിട്ട് പരലോകം ആലോചിച്ചിട്ടില്ല. ആലോചിക്കാൻ സമയം വേണ്ടേ? അവനവൻ്റെ കാര്യം പറഞ്ഞു തീരണ്ടേ? അവിടെ പോയിട്ട് ജോലിയും കുട്ടിയും ശമ്പളവും അതുപോലെയുള്ള പ്രയാസങ്ങളും പറഞ്ഞു തീർന്നിട്ട് ഇനിയിപ്പോൾ ഞാനും മരിച്ചെടുക്കണമല്ലോ റബ്ബേ എന്ന് വിചാരിക്കാനോട് സമയമുണ്ടോ? കാരണം ഇദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ. മരിച്ച ആളെ കാണാൻ പോയാലല്ലേ മരണോർമ്മ വരുള്ളൂ. ഖബറാളി മരിച്ചു കിടന്നാൽ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പോയാലാണ് അള്ളാഹുവെ ഞാൻ അവിടെ കിടക്കേണ്ടതാണല്ലോ, എനിക്ക് നാളെ അള്ളാഹുവെ നീ പുറത്തു തന്നാലല്ലേ രക്ഷപ്പെടുള്ളൂ എന്ന് ചിന്ത വരണമെങ്കിൽ എന്ത് വേണം? ഇദ്ദേഹം മരിച്ചു എന്ന് വിശ്വാസം വേണം. ഇദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, കേൾക്കുകയാണ്, ഉത്തരം പറയാണ്, ഒറ്റക്ക് സംസാരിക്കും. നിങ്ങൾ വാങ്ങി തരണം ഷെയ്ഖേ, നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇടങ്ങാറായി പോകും ഷെയ്ഖേ. ഖബറിനരികിൽ വെച്ച് ഒച്ചുണ്ടാക്കാണ്. ഇത് സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തിൽ ശുപാർശ എന്ന പേരിൽ, ഇടയാളന്മാർ എന്ന പേരിൽ നേർക്ക് നേരെ പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. അതാണ് അല്ലാഹു തആലയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നതാണ് പാടില്ലാത്ത ശുപാർശ. ഇത് പറയുമ്പോഴാണ് ചില പുരോഹിതന്മാർ പറയുക, ഭാര്യയോട് വെള്ളം ചോദിച്ചാൽ ശിർക്കാവോ, ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിച്ചാൽ ശിർക്കാവോ, ഡോക്ടർ മരിച്ചാൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് നമ്മളാരെങ്കിലും പോക്കുണ്ടോ? ഈ പറഞ്ഞ ആളുകളെ അയക്കണം, മരിച്ച ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിക്കാൻ അയക്കണം, വേറെ എവിടെ അയക്കരുത്. സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ മരിച്ചുപോയ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സിക്കാൻ അയക്കണം. അതാണ് വേണ്ടത്. ആരെങ്കിലും അങ്ങനെ പോകാറുണ്ടോ? ഭാര്യ മരണപ്പെട്ടു പോയാൽ എടിയേ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമെന്ന് പറയുമോ? ഇല്ലല്ലോ. ഒരാളോട് 10 രൂപ കടം ചോദിച്ചാൽ ശിർക്കാകോ? മരിച്ച ആളോട് പോയിട്ട് കടം ചോദിക്കാറുണ്ട് ആരെങ്കിലും? ജീവനുള്ള ആളുകളോടല്ലേ ചോദിക്കാറുള്ളത്. നേർക്ക് നേരെ ശബ്ദം കേൾക്കുന്ന, നമ്മുടെ സംസാരം കേൾക്കുന്ന, നമ്മളെ കാണുന്ന കേൾക്കുന്ന, ഇനി നേരെ മുന്നിലില്ലെങ്കിലും ഫോൺ വഴിയോ കത്ത് വഴിയോ മെസ്സേജ് വഴിയോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാറുണ്ട്. ഒരു കാര്യകാരണ ബന്ധങ്ങൾ അതിനിടയിലുണ്ടാകും. മൊഹീദ്ദീൻ ഷെയ്ഖായിട്ട് എന്ത് ബന്ധമുള്ളത്? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇനി മൊഹീദ്ദീൻ ഷെയ്ഖ് ജീവിച്ചു എന്ന് വിചാരിക്കാം. മലയാളത്തിൽ മൊഹീദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിച്ചാൽ മൂപ്പര് കേൾക്കുമോ? ഇത് എന്നെയാണ് വിളിക്കുന്നതെന്ന് വരെ മൂപ്പർക്ക് തിരിയില്ല. മലയാളമല്ലാത്ത ഭാഷ അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും വല്ലേ നീലത്തിന്ന് എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും വായി പൂട്ടുന്നതിന് മുന്നേ ഉത്തരം നൽകുമെന്ന് ഓവറായിട്ട് ചൊല്ലുന്ന വരിയിൽ നമുക്ക് കാണാം. ഏത് ഭാഷയിൽ വിളിച്ചാലും കേൾക്കുമെന്നാണ്. ആരെ കേൾക്കുക? അദ്ദേഹം അറബി അല്ലാത്ത ഭാഷയിൽ സംസാരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ അറിവ്.
അദ്ദേഹത്തിന്റെ കിതാബുകളൊക്കെ അറബിയിലാണ്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതനാണ്. അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ മലയാളത്തിൽ വിളിച്ചിട്ട് ഒരു കാര്യം, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഒരു കാര്യമില്ല. പിന്നെ മരണപ്പെട്ടാൽ വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ബദരീകളെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് വിളിച്ചാൽ അവരെ കേൾക്കൂല അല്ലെ? അവരുള്ളത് മദീനത്താണ്, അല്ലെങ്കിൽ അറബ് നാട്ടിലാണ്. ഇവിടെ നിന്ന് വിളിച്ചാൽ, മലയാളത്തിൽ ഫോണെടുത്ത് വിളിച്ചാൽ പോലും ബദരീകൾക്ക് നമ്മളെ കാര്യം മനസ്സിലാവില്ല, അറബി തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ബദരീങ്ങളെ കാവലെന്ന് വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലയാളത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ, തങ്ങളെ നമ്മളെ നോക്കണേ, തങ്ങളെ നമ്മളെ കാക്കണേ, തങ്ങളെ നമുക്ക് അത് തരണേ. മലയാളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പോയി ചോദിച്ചാൽ, ജീവനുള്ള കാലത്ത് ചോദിച്ചാൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിയില്ല, വേറൊരാൾ വേണം തർജ്ജമ ചെയ്ത് കൊടുക്കാൻ. അതുകൊണ്ടല്ലേ ഇതര ഭാഷയിൽ ചില ഭരണാധികാരികൾക്ക് മറ്റുള്ള ഭാഷയിൽ വേറെ ആളെ കൊണ്ടാണ് കത്തെഴുതിച്ചത്. അറബി അല്ലാത്ത അനറബി ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. എല്ലാ ഭാഷയും അറിയായിരുന്നുവെങ്കിൽ കത്തെഴുതേണ്ട ആവശ്യമുണ്ടോ? ഇവിടുന്ന് വിളിച്ചാൽ പോരെ? ഹിർഖലിലെ രാജാവിനെ വിളിച്ചാൽ പോരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങോട്ട് വിളിച്ചാൽ പോരെ? അല്ലെങ്കിൽ ദൂരെ നാട്ടിൽ നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ? എന്തിനാണ് ആളുകൾ ഓടി വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നത്? അപ്പോൾ ഇത് സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് പാടില്ലാത്ത ശുപാർശ. ഈ ആളുകൾ പറയുന്ന ശുപാർശ എന്നത് പാടില്ലാത്ത ശുപാർശയിൽ പെടുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതല്ലാതെ അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ പരസ്പരം ചോദിക്കുക എന്നത് വിലക്കപ്പെട്ട ചോദ്യമല്ല. അതും ഇതുമായി യാതൊരു ബന്ധവും ഇല്ല. മറിച്ച് ഇവിടെ പറയുന്ന പരാമർശിക്കുന്ന ചോദ്യങ്ങളും തേട്ടങ്ങളും ശുപാർശയുമെല്ലാം അള്ളാഹു മാത്രം ചെയ്തു തരേണ്ട, അതല്ലെങ്കിൽ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നതാണ്. അത് പാടില്ലാത്തതാണ്, ഒരു നിലക്കും പാടില്ലാത്തതാണ്, ഒരാളോടും പാടില്ലാത്തതാണ്, അള്ളാഹു അല്ലാത്ത ഒരാളോടും പാടില്ലാത്തതാണ്. അതിന് ജീവനുള്ള ഒരാളോട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി എന്താണ് താങ്കൾക്ക് വേണ്ടത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ, നബി അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ? സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്തോളൂ എന്നാണ് പറഞ്ഞത്? അല്ല, പിന്നെന്താ പറഞ്ഞത്? ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ താങ്കൾ എന്നെ സഹായിക്കണം. കാരണം അള്ളാഹുവിനോട് ചോദിക്കാം, ചോദിക്കുമ്പോൾ താങ്കൾ അതിനുള്ള കാരണം ഇവിടെ ഉണ്ടാക്കി വെക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലാണ് അത് ഉള്ളതെങ്കിൽ തോന്നിയാൾക്ക് സ്വർഗം കൊടുത്തൂടെ? എന്തിനു വേണ്ടി പിന്നെ പ്രാർത്ഥിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം ആഗ്രഹിച്ചു അബൂതാലിബ് ഒന്ന് മുസ്ലിമായി കിട്ടാൻ. ഹിദായത്ത് ഇങ്ങനെ ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു, മുഹീദ്ദീൻ ശൈഖിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്, പിന്നെ റസൂലുള്ളാഹിക്ക് കൊടുക്കൂലേ? ഹിദായത്ത് മുഹീദ്ദീൻ ശൈഖിന് കൊടുത്തു എന്നാണ് ഈ ആളുകൾ വിശ്വസിക്കുന്നത്. എല്ലാവരും ഹിദായത്തിലാക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കഴിവ് എന്തായാലും ആർക്കുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തായാലും ഉണ്ട്. എന്നിട്ടും അബൂ താലിബിനെ ഹിദായത്തിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇതെന്ത് മനസ്സിലായി? അതുകൊണ്ടാണ് അള്ളാഹു ആയത്തിറക്കിയത്. സൂറത്തുൽ ഖസസിൽ നമുക്ക് കാണാം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് സാധിക്കുകയില്ല. വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ, മറിച്ച് അള്ളാഹുവാണ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് നൽകുന്നവൻ. എത്ര വ്യക്തമാണ് കാര്യങ്ങൾ, എത്ര വ്യക്തമാണ്, എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ ആദർശം. ഒരു കെട്ടിക്കൊടുക്കൂല്ലല്ലോ, ഒരു സൃഷ്ടിപൂജയിലേക്കും വലിച്ചിഴക്കാത്ത, കൊണ്ടുപോകാത്ത ഏകനായ സ്രഷ്ടാവായ അള്ളാഹുവിലേക്ക് മാത്രം, ഇബാദത്തുകൾ മുഴുവനും റബ്ബിലേക്ക് മാത്രം, ചോദ്യങ്ങൾ മുഴുവനും റബ്ബിലേക്ക് മാത്രം, എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനായ, സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനായ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ. എത്ര മനോഹരമാണ്. സൃഷ്ടികൾ എന്തു പറഞ്ഞാലും അവർ സൃഷ്ടികളാണ്, ദുർബലന്മാരാണ് അവർ. ആ സൃഷ്ടികളിലേക്ക് ക്ഷണിക്കുക എന്നത് എത്ര മോശമാണ്. ഈ പറഞ്ഞ മഹാന്മാരെല്ലാവരും ക്ഷണിച്ചത് അള്ളാഹുവിലേക്കാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആരാധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിഗ്രഹം
കഅബയിൽ അതിൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തകർക്കുകയാണ് ചെയ്തത്. നമ്മൾ ഇബ്രാഹിം നബി അല്ലേ മാറ്റി വെക്കുക? ഇല്ല, തകർത്ത് കളഞ്ഞു. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശം അതാണ്. നമ്മുടെ നേതാക്കന്മാർ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബത്ത് റളിയല്ലാഹു അൻഹും, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അഹ്ലു സുന്നത്തിന്റെ ഇമാമിങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അവരൊക്കെ പഠിപ്പിച്ച ആദർശം ഇതാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ഇബാദത്ത് റബ്ബിന് മാത്രം, റബ്ബിനോട് ചോദിക്കേണ്ടത് റബ്ബിനോട് മാത്രം. അതാണ് സഹോദരങ്ങളെ യഥാർത്ഥ ആദർശം. ഈ പറഞ്ഞതാണ് ഫശഫാഅതു അൽ മൻഫിയ. അശഫാഅത്തുൽ മൻഫിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാത്രം കഴിവിൽപ്പെട്ട റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടത് റബ്ബല്ലാത്തവരോട് ചോദിക്കലാണ്. അതിന് ശൈഖ് ഇവിടെ ഒരായത്ത് കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ ഒരു ബൈഉം ഒരു ഖുല്ലത്തും ഒരു ശഫാഅത്തും ഒരാൾക്കും അള്ളാഹു തആല നൽകിയിട്ടില്ല, നൽകുകയില്ല. ഒരു ശഫാഅത്തും ഒരാളുടെയും അധീനതയിലല്ല. ശുപാർശ എന്നത് ഒരാളുടെയും അധീനതയിലല്ല എന്ന് അള്ളാഹു തആല സമർത്ഥിക്കുകയാണ്. ശേഷം പറഞ്ഞു ഫശഫാഅത്തുൽ മുസ്ബത, സ്ഥിരപ്പെട്ട ശഫാഅത്ത് എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ശുപാർശ. അതേതാണ്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട, അതല്ലെങ്കിൽ ചോദിക്കപ്പെടുന്ന ശുപാർശ എന്നത് നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്ക് ശുപാർശയേ ഇല്ല എന്ന് കളവ് പറയും. യഥാർത്ഥത്തിൽ ശുപാർശ മുഴുവൻ നിഷേധിച്ചോ? ഇല്ല. സ്ഥിരപ്പെട്ട ശുപാർശ ഇസ്ലാമിലുണ്ട്. ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശുപാർശകളുണ്ട്. അത് ഒന്ന് അശ്ശഫാഅത്തുൽ ഉദ്മ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് എല്ലാവരും മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോൾ വിചാരണക്കൊന്നെടുക്കാൻ അള്ളാഹുവിനോട് ശുപാർശ പറയും. അത് ദീനിലുള്ള ശുപാർശയാണ്. ആ ശുപാർശ അഹ്ലുസുന്നത്തിലെ ആളുകൾ അംഗീകരിക്കുന്നു. ആ ശുപാർശ ഉള്ള ശുപാർശയാണ്. അതാണ് ഏറ്റവും വലിയ ശുപാർശ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നബിമാർ അള്ളാഹുവിനോട് ശുപാർശ പറയും. അള്ളാഹുവിൻ്റെ മലക്കുകൾ ശുപാർശ പറയും. മുഅ്മിനീങ്ങൾ ശുപാർശ പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഇങ്ങനെ ചില ശുപാർശകൾ അനുവദിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിനോട് ഈ ആളുകൾ ചോദിക്കുന്ന ശുപാർശയാണ്. നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞ ശുപാർശ ആരോടാ ചോദിക്കുന്നത്? ആ ശുപാർശ മുഴുവനും ചോദിക്കപ്പെടുന്നത് ആരോടാ? അള്ളാഹു അല്ലാത്തവരോടാണ്, സൃഷ്ടികളോടാണ്. സൃഷ്ടികളോടുള്ള ഒരു ശുപാർശയും പാടില്ല ഈ രൂപത്തിൽ. എന്നാൽ അള്ളാഹുവിനോടുള്ള, അള്ളാഹു അനുവദിച്ച ശുപാർശ അത് നമ്മൾ അംഗീകരിക്കുന്നു. എന്താണ് ആ ശുപാർശക്കുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ആ ശുപാർശക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ശൈഖ് ഇവിടെ വിശദീകരിക്കുകയാണ്. ഫശാഫിഉ മുക്റമുൻ ബിശ്ശഫാഅതി. അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അള്ളാഹു ആദരിച്ച ആളുകളാണ് അള്ളാഹുവിനോട് ശുപാർശ പറയുക. അള്ളാഹു ഒരാൾക്ക് ശുപാർശ പറയാൻ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ നബിമാർ, മലക്കുകൾ, മുഅ്മിനീങ്ങൾ, ഇവരൊക്കെ അള്ളാഹു അവിടെ വെച്ച് ആദരിക്കും. പരലോകത്ത് ആദരിക്കപ്പെട്ട ആളുകളാണ് അവരെല്ലാവരും. അവർ അള്ളാഹുവിനോട് ശുപാർശ പറയും. ശുപാർശ പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ആദരവ് കിട്ടണം. അള്ളാഹു അനുവദിച്ച ദീനിലുള്ള ശുപാർശ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ എന്തു വേണം? ഒന്ന്, ശുപാർശ പറയുന്നയാളെ അള്ളാഹു ആദരിക്കണം. വൽ മശ്ഫൂഉ ലഹു, രണ്ടാമത്തെ ഒരു നിബന്ധന എന്നത് ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യപ്പെടുന്നത്, ശുപാർശ ചെയ്യപ്പെടുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ശുപാർശ ചെയ്യപ്പെടുന്ന ആളുകൾ, മൻ റളിയല്ലാഹു ഖൗലഹു വഅമലഹു ബഅദൽ ഇദ്ൻ, ആരാണോ അള്ളാഹു തൃപ്തിപ്പെട്ട വാക്കുകളും പ്രവൃത്തികളും ചെയ്തിട്ടുള്ളത്,
ആരുടെ കർമ്മങ്ങൾ അഥവാ അവർ ചെയ്ത വാക്കുകൾ, പ്രവൃത്തികൾ അള്ളാഹു തൃപ്തിപ്പെട്ടുവോ അവർക്ക് വേണ്ടി മാത്രമേ ശുപാർശക്ക് അള്ളാഹു അനുവാദം നൽകുകയുള്ളൂ. അള്ളാഹു തആല തൃപ്തിപ്പെടുന്ന വാക്കുകളും പ്രവൃത്തികളും ചെയ്തവരായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് വേണ്ടി മാത്രമേ ശുപാർശ നൽകപ്പെടുകയുള്ളൂ. ഷിർക്ക് ചെയ്ത, കുഫ്ർ ചെയ്ത ആളുകൾക്ക് ശുപാർശ കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യും. ഏറ്റവും വലിയ ശുപാർശ അഥവാ വിചാരണക്കെടുക്കാനുള്ള ശുപാർശയുണ്ട്. അതല്ലാത്ത ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെ സ്വർഗത്തിലാക്കണേ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പറയുന്ന ശുപാർശ ആർക്കേ കിട്ടുള്ളൂ? മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി മറ്റുള്ള നബിമാർ, അവരുടെ ശുപാർശ ആർക്ക് കിട്ടുള്ളൂ? തെറ്റുകൾ ചെയ്തു പോയ മുസ്ലിമീങ്ങളായ ആളുകൾ, ഷിർക്കല്ലാത്ത, കുഫറല്ലാത്ത തെറ്റുകൾ ചെയ്തു പോയ, ഒന്നല്ലെങ്കിൽ നരകത്തിലേക്ക് അള്ളാഹു ആക്കിയ ആളുകൾ, അതല്ലെങ്കിൽ നരകത്തിൽ ഇടാൻ നിൽക്കുന്ന അങ്ങനെയുള്ള ചില ആളുകൾ ശുപാർശ കൊണ്ട് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും. അതുപോലെ മുഅ്മിനീങ്ങളായ ആളുകൾ, അവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന, അതല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കർമ്മങ്ങൾ പിഴച്ചുപോയത് കൊണ്ട്, തെറ്റുകൾ കൊണ്ട് നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ആളുകളെ അവരുടെ ശുപാർശ കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തും. ഇങ്ങനെ ശുപാർശ കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു തൃപ്തിപ്പെട്ട വാക്കും പ്രവൃത്തിയും പറഞ്ഞവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ തൗഹീദുള്ള ആളുകളായിരിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രമേ ശുപാർശ കിട്ടുകയുള്ളൂ. അതും ബഅദൽ ഇദിൻ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഇതാണ് ശുപാർശയുടെ മാനദണ്ഡം. കമാ ഖാല തആല, അള്ളാഹു പറഞ്ഞതുപോലെ, മൻ സല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ അവനോട് ശുപാർശ പറയാൻ ആരാണുള്ളത്? മൊത്തത്തിൽ അള്ളാഹുവിനോട് ശുപാർശ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദം വേണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ശുപാർശയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുക? നേരെ പരലോകത്തെത്തി അവിടുന്ന് ഇങ്ങനെ നടന്നു വന്ന്, അള്ളാഹുവെ എല്ലാവരും ഒന്ന് വിചാരണക്ക് എടുക്കണം എന്നാണോ പറയാ? അല്ല, ജനങ്ങളെല്ലാവരും ശരിപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ മഹ്ശറിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് പോകും. ആദം നബി അലൈഹി സ്വലാമാണ് നമ്മുടെ ഉപ്പ. എല്ലാവരും ഉപ്പാന്റെ അടുത്തേക്ക് പോകും, ഒന്ന് ഈ നൃത്തം ഒന്ന് അവസാനിപ്പിക്കാൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. എനിക്കതിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് ചെല്ലും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒഴിഞ്ഞു മാറും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് ചെല്ലും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് ചെല്ലും. അവരെല്ലാവരും ഒഴിഞ്ഞു മാറും. അവരൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറും. അവരുടെ കാലത്ത് അള്ളാഹു പുറത്തു കൊടുത്ത, അവരിൽ നിന്നും സംഭവിച്ചു പോയ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ അവർ ഭയപ്പെടുകയാണ്. അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് അവർക്ക്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പഴം, ആ കായ് ഭക്ഷിച്ചു. അള്ളാഹു പുറത്തു കൊടുത്തതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ വെച്ച് ബേജാറാകുമെന്നാണ്. അതുപോലെ ഓരോ നബിമാരും, ഈ പറഞ്ഞ ആളുകളെല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറും. നമുക്കതിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അടുത്ത ആളിലേക്ക് ജനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലെത്തും. അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചു കൊടുക്കുക. അദ്ദേഹം പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അതിൻ്റെ ആൾ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അനലഹ, ഞാനാണ് അതിൻ്റെ ആൾ. എന്നിട്ട് അവിടുന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്ന് സുജൂദിൽ വീഴും. അവിടുന്ന് നേരെ പോയി ചോദിക്കലല്ല, സുജൂദിൽ വീഴുമ്പോൾ അല്ലാഹു തആല പറയും, യാ മുഹമ്മദ് ഇർഫഅ റഅസക്, ഇർഫഅ റഅസക്, അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങ് ശിരസ് ഉയർത്തുക. ഫശഫ്ഫഅ തുശഫ്ഫഅ, താങ്കൾ ശുപാർശ പറയുക, ശുപാർശ നൽകപ്പെടും. വസൽ തുഅത, താങ്കൾ ചോദിക്കുക, നൽകപ്പെടും. വശഫ്ഫഅ തുശഫ്ഫഅ,
താങ്കൾ ശുപാർശ പറയുക, ശുപാർശ നൽകപ്പെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആ സമയത്ത് ചില വാക്കുകൾ, ചില സ്തുതി വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കും. പ്രത്യേകം ചില വാക്കുകൾ പഠിപ്പിച്ചു കൊടുക്കും. ആ സ്തുതി വാക്കുകൾ മുഖേനയാണ് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അവതരിപ്പിക്കുക. അപ്പോഴാണ് ജനങ്ങളെ വിചാരണക്കെടുക്കാൻ തീരുമാനമാവുക. നോക്കൂ നിങ്ങൾ, നേരെ പോയി ശുപാർശ പറയലല്ല. നേരെ പോയി ശുപാർശ പറയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഇതുപോലെയാണ് ബാക്കിയുള്ള എല്ലാവരുടെയും അവസ്ഥ. പറയുന്നയാൾ അള്ളാഹു ആദരിച്ചവരായിരിക്കണം. ശിർക്ക് ചെയ്ത ആളുകൾക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇന്ന് പണ്ഡിത വേഷധാരികളായ ശിർക്കിന്റെ പ്രബോധകരായ ആളുകൾ നാളെ പരലോകത്ത് അവർ ജനങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അവർ ഒരാൾക്ക് വേണ്ടിയും ശുപാർശ പറയാൻ അവർക്ക് ഇതേ ആദർശത്തിൽ മരിച്ചു പോകാനും സാധിക്കുകയില്ല. ഇതേ ഷിർക്കിന്റെ വാഹകരായി ഷിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരായി മരിച്ചു പോവുകയാണെങ്കിൽ അവർ അണികളെ രക്ഷപ്പെടുത്തുമെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ശുപാർശക്ക് അവസരം കിട്ടുകയില്ല. അതേപോലെ തന്നെയാണ് ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ശുപാർശ ചെയ്യപ്പെടുകയുമില്ല. ഷിർക്കിലായിക്കൊണ്ട് ജീവിച്ചു മരിച്ച ആളുകളാണെങ്കിൽ അവിടെ അവർക്ക് ശുപാർശ കിട്ടുകയില്ല. നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ അവർക്ക് ഒരു രക്ഷയുമില്ല. ഒരാളുടെയും ശുപാർശ അവിടെ അവർക്ക് ഉപകാരപ്പെടുകയില്ല. ഇത് സഹോദരങ്ങളെ, ഇക്കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇതാണ് ശുപാർശ. അപ്പൊ ശുപാർശ എന്നത് ദീനിൽ ഉള്ളതുമുണ്ട്, ഇല്ലാത്തതുമുണ്ട്. ഇല്ലാത്തത് ഏതാണ്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതായ തേട്ടങ്ങൾ, ചോദ്യങ്ങൾ, അത് സൃഷ്ടികളോട്, അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്ന ആ ശുപാർശ പാടില്ലാത്തതാണ്. റബ്ബിനോട് ചോദിക്കപ്പെടുന്ന, അള്ളാഹു ആദരിച്ച ആളുകളുടെ, അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം നടക്കുന്ന ശുപാർശ ഉള്ള ശുപാർശയാണ്. ഇതാണ് ശുപാർശയുടെ രണ്ട് ഇനങ്ങൾ. ഇതിൽ നിന്നും ഈ ആളുകൾ പറയാറുള്ള കളവിനുള്ള വിശദീകരണമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ശുപാർശ പറയുകയില്ല എന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നു നാളെ പരലോകത്ത് അള്ളാഹുവിനോട് ശുപാർശ ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയുണ്ട്, നബിമാരുടെ ശുപാർശയുണ്ട്, മലക്കുകളുടെ ശുപാർശയുണ്ട്, മുഅ്മിനീങ്ങളുടെ ശുപാർശയുണ്ട്. അതൊക്കെ ഉള്ള ശുപാർശയിൽ പെട്ടതാണ്. ഇതാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ആ ഭാഗത്ത് വിശദീകരിച്ചിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, ശുപാർശ എന്നത് നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതല്ലെങ്കിൽ നബിമാരുടെ ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചവരാണ് ശുപാർശ പറയുക. അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമേ ശുപാർശ നടപ്പിലാവുകയും ചെയ്യുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അബൂതാലിബിന്റെ ചരിത്രം പറഞ്ഞു. അബൂതാലിബിന്റെ ചരിത്രത്തിൽ അബൂതാലിബിനെ സ്വർഗത്തിലാക്കാൻ, അതല്ലെങ്കിൽ അബൂതാലിബിന് വേണ്ടി, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാനോ ശുപാർശ പറയാനോ അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പരലോകത്ത് അദ്ദേഹം വരുന്ന രംഗം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പിതാവ് ആസർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടും. ആസറിന്റെ അവസ്ഥ എന്നത് മുഖത്ത് പൊടി പുരണ്ട ഇരുണ്ട രൂപത്തിലായിരിക്കും. ആസർ കാഫിറായി മരിച്ചുപോയ ആളാണ്. ഇബ്രാഹിം നബിയുടെ ഉപ്പയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആസർ പറയും, ആസറിനോട് ഇബ്രാഹിം അലൈഹി സ്വലാം അഥവാ മകൻ പറയും,
അലം അഖുല്ലക ലാ തഅസിനി, വാപ്പാ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്നോട് എന്നെ ധിക്കരിക്കരുത്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, എന്നെ അനുസരിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അന്ന് ദുനിയാവിൽ വെച്ച് പറഞ്ഞിട്ടില്ലേ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചോദിക്കും. വാപ്പ ആസർ തിരിച്ചു പറയും, ഫല്യൗമ ലാ അസീഖ്, മോനെ ഇന്ന് ഞാൻ നിന്നെ ധിക്കരിക്കുകയില്ല, ഇന്ന് നീ പറഞ്ഞത് ഞാൻ അനുസരിക്കും. അദ്ദേഹം പറയും അള്ളാഹുവിനോട്, ആ സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയും, അള്ളാഹുവേ യാ റബ്ബ് ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബ്അഥൂൻ, പരിശുദ്ധ ഖുർആനിൽ നീ എന്നെ അപമാനിക്കുകയില്ല എന്ന് നീ വാഗ്ദാനം നൽകിയിട്ടുണ്ട്, നീ എന്നെ അപമാനിക്കുകയില്ല ഖിയാമത്ത് നാളിൽ. ഫഅയ്യു ഖിസിൻ അഖ്സാ മിൻ അബി അൽ അബഅദ്, ഇതുപോലെ പിഴച്ചുപോയ, ബഹുദൂരം വഴിപിഴച്ചുപോയ നരകാവകാശിയായ ഒരു പിതാവ് എനിക്കുണ്ടാവുക എന്നതിനേക്കാൾ നിന്ദ്യത മറ്റെന്താണ് റബ്ബേ? അല്ലാഹു തആല പറയും, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഇബ്രാഹിം കാഫിറുകൾക്ക്, സത്യനിഷേധികൾക്ക് നാം സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്, സത്യനിഷേധികൾക്ക് സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരർത്ഥത്തിൽ അവിടെ വാപ്പാക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ശുപാർശ സ്വീകരിച്ചിട്ടില്ല. സ്വീകരിച്ചോ? ഇല്ല. ചോദിക്കുന്ന ആൾ അള്ളാഹു ആദരിച്ച ആളാണ്, പക്ഷെ ചോദിക്കപ്പെടുന്ന ആൾക്ക് അതിന് അർഹതയില്ല. അയാൾ തൗഹീദില്ലാത്ത ആളാണ്, മുസ്ലിമല്ല. കേവലം തെറ്റുകൾ മാത്രമാണെങ്കിൽ ശുപാർശക്ക് അനുമതി കിട്ടുമായിരുന്നു. ഷിർക്കല്ലാത്ത, കുഫറല്ലാത്ത പാപമായിരുന്നെങ്കിൽ ശുപാർശ ചെയ്യപ്പെടുമായിരുന്നു. പക്ഷേ ഷിർക്കും കുഫറുമായതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് നോക്കാൻ പറയും. അപ്പം ആ സമയത്ത് ഒരു രക്തത്തിൽ കുളിച്ച കഴുതപ്പുലിയുടെ ആ രൂപത്തിലുള്ള ഒരു ജന്തുവിൻ്റെ രൂപത്തിലായി ആസറിനെ, വാപ്പയെ അദ്ദേഹം കാണും. അങ്ങനെ അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന് ഹദീസിൽ കാണാം. കുഞ്ഞുങ്ങൾ, ആരാണിത്? സ്വന്തം വാപ്പയാണ്. ദുനിയാവിൽ ഹിദായത്ത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല, പരലോകത്തും അള്ളാഹുവിനോട് പറഞ്ഞു നോക്കി, പക്ഷേ സാധിച്ചിട്ടില്ല. ഹിദായത്ത് എന്നത്, ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ എന്നത് നമ്മുടെ ഒരാളുടെയും കൈകളിലല്ല. അള്ളാഹു തആല അത് ഒരാൾക്കും നൽകിയിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖലീലാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു ഈ രണ്ടുപേരെ മാത്രമേ ഖലീലായി സ്വീകരിച്ചിട്ടുള്ളൂ. ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ടാമത്തേത് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഖലീലാണ്. ആരാണ് ഖലീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ കൂട്ടുകാരൻ എന്നല്ല അർത്ഥം. ഖലീൽ എന്നത് നമ്മൾ പൊതുവെ ഒറ്റ വാക്കിൽ കൂട്ടുകാരൻ എന്നർത്ഥം പറയാറുണ്ട്. പക്ഷേ ഖലീൽ എന്നതിന് കൂട്ടുകാരൻ എന്നതിനേക്കാൾ ആത്മബന്ധമുള്ള സുഹൃത്ത്, കൂട്ടുകാരൻ എന്നർത്ഥമാണ് കിട്ടുക. അത്രയും അഗാധമായ ബന്ധമുള്ള ഒരാൾക്കാണ് ഖലീൽ എന്ന് പറയുക. സാധാരണ കൂട്ടുകാരൻക്ക് സാഹിബ്, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വാക്കാണ് സദീഖ് എന്നൊക്കെയാണ് പ്രയോഗിക്കുക. ഖുല്ലത്ത്, ഖലീൽ എന്ന് പറയണമെങ്കിൽ അത്രയും നല്ല ബന്ധമായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലീലായി സ്വീകരിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നടന്നിട്ടില്ല. ഇനിയോ സൂറത്തു തഹ്രീമിൽ നമുക്ക് കാണാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആരാണ് അദ്ദേഹം? അള്ളാഹു അയച്ച ആദ്യത്തെ റസൂലാണ്. അള്ളാഹു പറയുകയാണ്, ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു, കാഫിറുകൾക്ക് ഉദാഹരണമായി അള്ളാഹു തആല ഇദാ ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്, നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ എടുത്തു കാണിക്കുന്നു. എന്താണ് അവർ? കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ, അവർ രണ്ടുപേരും നമ്മുടെ രണ്ട് സാലിഹീങ്ങളായ അടിമകളുടെ കീഴിലായിരുന്നത്, അഥവാ അവരുടെ ഭാര്യമാരായിരുന്നു. ഫഖാനതാഹുമ, അവർ രണ്ടുപേരും, ആ രണ്ട് സ്ത്രീകളും ഭാര്യമാരും അള്ളാഹുവിൻ്റെ രണ്ട് അടിമകളായ രണ്ട് നബിമാരായ നൂഹ് നബിയെയും ലൂത്ത് നബിയെയും ആദർശത്തിൻ്റെ വിഷയത്തിൽ വഞ്ചിച്ചു കളഞ്ഞു. ആദർശം സ്വീകരിച്ചില്ല. ഇവിടെ വഞ്ചന എന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധം എന്നല്ല, മറ്റൊരു
രൂപത്തിലുള്ള വേറെന്തെങ്കിലും അവിഹിത ബന്ധം, അതുപോലെയുള്ള വ്യഭിചാരമോ അങ്ങനെയുള്ള കാര്യമല്ല ഇവിടെ ഉദ്ദേശം. പിന്നെന്താ ഇവിടെയുള്ള ഖിയാന, വഞ്ചന എന്ന് പറഞ്ഞാൽ എന്താ? ആദർശത്തിൽ അവർ വഞ്ചന കാണിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞ ആദർശം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ. അള്ളാഹു പറയുകയാണ്, ഭർത്താക്കന്മാർ രണ്ടുപേരും അള്ളാഹുവിന്റെ നബിമാരാണ് എന്നിരിക്കെ അത് അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. നിങ്ങൾ നബിമാരുടെ ഭാര്യമാരാണ്, പക്ഷേ ആ ഒരു കാര്യം അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. പരലോകത്ത് അതുകൊണ്ടൊരു ശുപാർശ അവർക്ക് കിട്ടുകയില്ല. കാരണം അവർ കുഫ്റിൽ അകപ്പെട്ടു പോയി. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു നോക്കി, യാ ബുനയ്യർകബ് മഅനാ, മോനെ കയറിക്കോ, നമ്മോടൊപ്പം കപ്പലിൽ കയറിക്കോ എന്ന് അദ്ദേഹം അവസാന സമയത്ത് മോനെ വിളിച്ചു. പക്ഷേ അവൻ ധിക്കാരത്തിന്റെ വാക്ക് പറയുകയാണ് ചെയ്തത്. അവൻ കാഫിറായി മരിച്ചു. നിങ്ങൾ ഒരു നബിയുടെ, ഒരു റസൂലിന്റെ, അള്ളാഹുവിന്റെ ഖലീലിന്റെ പിതാവ് പാപ്പ ആസർ, രണ്ട് നബിമാരുടെ ഭാര്യമാർ, അതിലൊരു നബിയുടെ മകൻ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും വാപ്പയും, അതുപോലെ അവിടുത്തെ പിതൃവ്യൻ അബൂ താലിബ്, അങ്ങേയറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹം. ജീവിതകാലത്ത് ഒരു തരി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്ത് വീഴാൻ അയാൾ സമ്മതിച്ചിരുന്നില്ല. അതിനു മാത്രം കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ആദർശം സ്വീകരിച്ചില്ല. അതിൽ സഹോദരങ്ങളെ വലിയ പാഠമുണ്ട്. സ്വന്തം വീട്ടിനകത്ത് ഹിദായത്തുണ്ടായിട്ട്, റസൂലുണ്ടായിട്ട്, എല്ലാം അറിഞ്ഞിരിക്കെ, അറിയാമെന്നിരിക്കെ സ്വീകരിക്കാനുള്ള തൗഫീഖ് കിട്ടിയിട്ടില്ല. ഭയങ്കര അത്ഭുതമാണത്. എന്നാൽ ദൂരെ നിന്ന് പല ആളുകളും വന്ന് ഹിദായത്ത് ചോദിച്ചു വാങ്ങുകയുണ്ടായി. ദീനിനെ കുറിച്ച് ചോദിച്ചു, പഠിച്ചു, എന്നിട്ട് ഷഹാദത്ത് ചെല്ലുകയുണ്ടായി. കൂടെ ഉണ്ടായിട്ട് ഇത് ഹക്കാണ് എന്ന് എനിക്കറിയാം എന്നുവരെ അബൂ താലിബ് പറഞ്ഞ കവിതകൾ നമുക്ക് കാണാം. എൻ്റെ കുടുംബക്കാർ ഖുറൈശികൾ എന്നെ ആക്ഷേപിക്കുകയില്ലായിരുന്നെങ്കിൽ, അവർ ചീത്ത വിളിക്കുകയില്ല എന്നായിരുന്നെങ്കിൽ, മുഹമ്മദ് പറഞ്ഞ ദീനാണ് സത്യം എന്ന് എനിക്കറിയാം. അബൂ താലിബിന്റെ വാക്കുകളാണ്. തൗഫീഖ് എന്നത്, അള്ളാഹുവിൽ നിന്നുള്ള ഭാഗ്യം എന്നത് വലിയ കാര്യമാണ്. ഹിദായത്തിലായി ജീവിക്കുക, അതിലായി മരിക്കുക. അവസാന സമയത്ത് വരെ വന്നു നോക്കി. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ അബൂ താലിബ് രക്ഷപ്പെടുമായിരുന്നു. സ്വർഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആവുമായിരുന്നു. പക്ഷെ ആ സമയത്ത് പോലും ഹിദായത്ത് കിട്ടിയിട്ടില്ല. ആ സമയത്ത് അബൂജഹൽ അടുത്തുനിന്ന് പറയുകയാണെന്ത്, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്ത് നീ ഒഴിവാക്കുകയാണോ? പണ്ഡിതന്മാർ പറഞ്ഞു, ആ ചരിത്രം വിശദീകരിക്കവേ, മോശമായ കൂട്ടുകെട്ടിന്റെ അനന്തരഫലത്തിൽപ്പെട്ടതാണത്. മരിക്കാൻ നേരത്ത് പോലും നന്നാവാൻ വിട്ടിട്ടില്ല. ആരാ വിടാതിരുന്നത്? അബൂ താലിബിനെ രക്ഷപ്പെടാൻ വിടാതിരുന്നത് ഒരു കാരണക്കാരനാരാണ്? അബൂജഹലാണ്. അബൂജഹൽ അടക്കമുള്ള 3 പേർ കൂട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു. കൂട്ടുകാരെ സ്വീകരിക്കുന്ന വിഷയം ശ്രദ്ധിക്കണമെന്ന് ഈ ചരിത്രം പറയുമ്പോൾ ഉലമാക്കൾ പറഞ്ഞതായി നമുക്ക് കാണാം. കൂട്ടുകെട്ട് അവസാനം ഇതുപോലെ ചതിച്ചു കളയും. അവസാന സമയത്ത് വന്നിട്ട് ഹിദായത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ കൂട്ടുകെട്ട് കാരണമായേക്കാം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, ഹിദായത്ത് ലഭിക്കുക എന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ശുപാർശ എന്നത് അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അള്ളാഹു ആദരിച്ച ആളുകൾക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുകയും ഉള്ളൂ. ഈ മാല മൗലിദുകളിൽ, അതുപോലെയുള്ള ഖിറ കിതാബുകളിൽ എൻ്റെ മുരീദോരാരും നരകത്തിലില്ല എന്ന് നരകം കാക്കുന്ന മലക്ക് പറഞ്ഞോവർ എന്നിങ്ങനെയുള്ള വാക്കുകൾ കാണാം. ഈ തരീഖത്തിൻ്റെ, സൂഫി തരീഖത്തിൻ്റെ ശൈഖന്മാരുടെ കീഴിലുള്ള മുരീദന്മാർ നരകത്തിലില്ല എന്ന് നരകം കാക്കുന്ന മലക്ക് പറഞ്ഞു അത്രേ. സഹോദരങ്ങൾ, ഇതുപോലുള്ള കള്ളക്കഥകൾ ധാരാളക്കണക്കിന് കാണാം. തൗഹീദ് നമ്മൾ പഠിക്കണം. നന്നായി ഈ പറഞ്ഞ ഖായിദകൾ ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. രക്ഷപ്പെടണമെങ്കിൽ ഇത് പഠിച്ചേ തീരുള്ളൂ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ശഫാഅത്ത്, ശുപാർശ കിട്ടണമെങ്കിൽ തൗഹീദ് വേണം.
അസ്അദുൻ നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി. ആരാണോ ആത്മാർത്ഥമായി മനസ്സിൽ ദൃഢനിശ്ചയത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് പ്രഖ്യാപിച്ചത്, അവനാണ് ഖിയാമത്ത് നാളിൽ എൻ്റെ ശുപാർശ കിട്ടുന്ന സൗഭാഗ്യവാൻ. സൗഭാഗ്യം കിട്ടേണ്ട, പരലോകത്ത് ശുപാർശ കിട്ടണമെങ്കിൽ, അങ്ങനെ സൗഭാഗ്യം നേടിയെടുക്കണമെങ്കിൽ തൗഹീദ് ഉൾക്കൊള്ളണം. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നബിമാരും അത് ദുനിയാവിൽ തന്നെ ചോദിച്ചു തീർത്തു. ഞാൻ പരലോകത്തേക്ക് വേണ്ടി അത് എൻ്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചു. ആ ചോദ്യം, ആ തേട്ടം അതേതാണ്? ശുപാർശയാണ്. അതാർക്കാണ് കിട്ടുക? ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹു മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ഷൈഅ. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ, ശിർക്ക് ചെയ്യാതെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ആരാണോ മരിച്ചു പോകുന്നത്, അവർക്ക് എൻ്റെ ആ ശുപാർശ ലഭിക്കും. പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉമ്മത്തിൽപ്പെട്ട തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നാണ്. തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി അവിടുന്ന് ആ പ്രാർത്ഥന മാറ്റിവെച്ചു. അത് സഹോദരങ്ങളെ കിട്ടണമെങ്കിൽ തൗഹീദ് വേണം. അള്ളാഹു തൃപ്തിപ്പെട്ട വാക്കുകളും പ്രവൃത്തികളുമായിരിക്കണം നമ്മുടെ അടുക്കൽ ഉണ്ടായിരിക്കേണ്ടത്. തൗഹീദ് എന്നത് ശുപാർശ ലഭിക്കാൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വലിയ കാരണമാണ്. അപ്പൊ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ അരികിലാണ് എല്ലാ ശുപാർശയും. അതാണ് മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ആരുണ്ട് റബ്ബിനോട് ശുപാർശ പറയാൻ? ഏത് ശുപാർശയായാലും റബ്ബ് അനുവദിക്കണം, അള്ളാഹു തൃപ്തിപ്പെടണം, അള്ളാഹു ആദരിക്കണം. ഒക്കെ ശുപാർശക്കുള്ള നിബന്ധനയിൽപ്പെട്ടതാണ്. അപ്പൊ ഈ ഖാഇദയിൽ നമ്മൾ മനസ്സിലാക്കിയത്, മുശ്രിക്കുകൾ, ഷിർക്കിന്റെ ആളുകൾ, അവരുടെ ഷിർക്കിന്, അവരുടെ പ്രാർത്ഥനയ്ക്ക് രണ്ട് ന്യായങ്ങളാണ് പറയാറുള്ളത്. അതാണ് ഇതിലെ അടിസ്ഥാന വിഷയം. അതിൻ്റെ കൂടെ ശുപാർശ എന്നത് ഷെയ്ഖ് വിശദമായി വിശദീകരിച്ചു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ബാക്കി ഏതാ? അത് പറയാം. അത് ഈ പറഞ്ഞ നോമ്പും ഖുർആനൊക്കെ ഖിയാമത്ത് നാളിൽ ശുപാർശയായിട്ട് വരും എന്നുള്ളത്. അങ്ങനെ ചില ആളുകൾ പറഞ്ഞ, ഇപ്പോൾ മാതാപിതാക്കൾ, ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾക്ക് ആ സമയത്ത് പരലോകത്ത് അവരുടെ ശുപാർശ ലഭിക്കും. അങ്ങനെ അള്ളാഹു അനുവദിച്ച ഇതുപോലെയുള്ള ശുപാർശകൾ പരലോകത്തുണ്ട്. നേരത്തെ പറഞ്ഞതാണ്. അത് ഈ പറഞ്ഞത് പറഞ്ഞിട്ടില്ല. നോമ്പ്, അതുപോലെ ഖുർആൻ പാരായണം, പരലോകത്ത് അതിൻ്റെ ആളുകൾക്ക് ശുപാർശകരായി വരും. ഹസൻത്ത്, ജസാക്കുമുല്ലാഹു ഖൈറൻ. അള്ളാഹുവേ, ഈ ആളുടെ, ഈ വ്യക്തിയുടെ കാര്യത്തിൽ എന്നെ നീ ശുപാർശകനായി സ്വീകരിക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹു തആല അത് സ്വീകരിക്കും. അതുപോലെ ഈ പറഞ്ഞ ചെറിയ കുഞ്ഞ്, പ്രായപൂർത്തി എത്തുന്നതിന് മുന്നേ മരണപ്പെട്ടു പോയ കുഞ്ഞ്, അവർ മാതാപിതാക്കൾക്ക് വേണ്ടി ശുപാർശ പറയും. അവർ ദുനിയാവിൽ ഈ കുട്ടിയുടെ വേർപാടിൻ്റെ പേരിൽ ക്ഷമിക്കുകയും സഹിക്കുകയും അള്ളാഹുവിൻ്റെ വിധിയിൽ അതിന് കീഴൊതുങ്ങുകയും ഒക്കെ ചെയ്ത വലിയ സബറുള്ള, ക്ഷമയുള്ള ആളുകളായതിൻ്റെ കാരണത്താൽ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുഞ്ഞ് മരിച്ചാൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ അള്ളാഹു ചോദിക്കും, എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണമായ അയാളുടെ കുഞ്ഞിനെയുമായിട്ടാണോ, അതിൻ്റെ റൂഹുമായിട്ടാണോ നിങ്ങൾ വന്നത്? അപ്പോൾ അവർ പറയും, അതേ റബ്ബേ. അള്ളാഹു പ്രയോഗിച്ച വാക്ക് നോക്കൂ നിങ്ങൾ, കരളിൻ്റെ കഷ്ണം എന്നാണ്. ഏതൊരു കുഞ്ഞും അങ്ങനെയാണ് മാതാപിതാക്കൾക്ക്. അത്രയും ഇഷ്ടമുള്ള ഒരു സമയത്താണ് അള്ളാഹുവിൻ്റെ വിധി പ്രകാരം മലക്കുകൾ അവരുടെ റൂഹ് ഏറ്റെടുക്കുന്നത്. അപ്പം അള്ളാഹു രണ്ടാമത് ചോദിക്കും, അപ്പോൾ ആ മാതാപിതാക്കൾ എന്താണ് പറഞ്ഞത്? ഹമിദക ഉസ്തർജ, അള്ളാഹുവെ നിന്നെ സ്തുതിക്കുകയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാഇന്റെ വാക്ക് പറയുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു തആല മലക്കുകളോട് പറയും, അവർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീട് പണിയുക, എന്നിട്ട് ബൈത്തുൽ ഹംദ് എന്നതിന് പേരിടുക. ഈ മാതാപിതാക്കൾക്ക് നാളെ
പരലോകത്ത് സ്വർഗത്തിൽ ആ ബൈത്തുൽ ഹംദ് ലഭിക്കുമെന്നാണ്. അങ്ങനെ ഹദീസുകളിൽ കാണാം. അത് പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ ഖായിദ നമ്മൾ നന്നായി ഉൾക്കൊള്ളുക, പഠിക്കുക, മനസ്സിലാക്കുക, അതുപോലെ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിലായി സുന്നത്തിലായി ജീവിച്ചു മരിക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. മരണം വരെ ഇഖ്ലാസോടെ ഈമാനോടുകൂടി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഷിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്ത്, ളലാലത്തുകളിൽ നിന്ന് നമ്മെ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.